ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു കൊറിയൻ മാംഗോ പാൻകേക്കിൻ്റേതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു മാങ്ങ കട്ട് ചെയ്തത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിൻ്റേതായതുകൊണ്ടാണ് കേട്ടോ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് 1/2 കപ്പ് പാലാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിന് ഓരോന്നായിട്ട് പാൻ കേക്കുകൾ ചുട്ടെടുക്കില്ലേ, അതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, അപ്പോൾ നല്ല ബബിൾസ് വരും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ ചുട്ടെടുക്കാം കേട്ടോ. ഈ പാൻ കേക്കുകൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറിച്ചിടുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം കേട്ടോ മറിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇതിപ്പോൾ മറിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മറിച്ചിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ പാൻ കേക്കുകളായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരളവ് വെച്ചിട്ട് നമുക്കൊരു 6 പാൻ കേക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ സ്റ്റിഫ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത പാൻ കേക്കിൻ്റെ നടുവിലോട്ട് വിപ്പിംഗ് ക്രീമും 2 കഷ്ണം മാംഗോയും വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ പാൻ കേക്കുകളും മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്കത് കറക്റ്റ് സെറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.